പശ്ചിമേഷ്യൻ സംഘർഷം ആഴ്ച ഒന്ന് പിന്നിടുമ്പോഴും ഇറാനുമേൽ കാര്യമായി ഒന്നും ചെയ്യാൻ അമേരിക്കക്കോ ഇസ്രയേലിനോ സാധിക്കുന്നില്ല. കനത്ത തിരിച്ചടി കൃത്യമായ ഇടവേളകളിൽ ഇറാനിൽ നിന്നുണ്ടാകുന്നുമുണ്ട്. ചൈന അടക്കമുള്ള ചില രാജ്യങ്ങൾ ഇറാനൊപ്പം നിലയുറപ്പിച്ചു കഴിഞ്ഞു. ആയുധങ്ങൾ നൽകിയും കൈയയച്ച് ഡോളറുകൾ കൈമാറിയുമാണ് ചൈന പിന്തുണ പ്രഖ്യാപിക്കുന്നത്. ആഴ്ച ഒന്ന് പിന്നിട്ടിട്ടും ഇറാനിൽ നിന്ന് പിന്മാറ്റത്തിന്റെ ചെറു സൂചനകൾ പോലും ലഭിക്കാത്തത് അക്ഷരാർത്ഥത്തിൽ അമേരിക്കയെ ഞെട്ടിക്കുന്നുണ്ട്. ആദ്യ ദിവസങ്ങളിൽ തന്നെ ഇറാൻ ഖേദം പ്രകടിപ്പിക്കുമെന്നും ക്രമേണ ഇറാനെ വരുതിയിലാക്കാമെന്നുമാണ് അമേരിക്ക വിശ്വസിച്ചത്. പക്ഷേ ആ വിശ്വാസം അസ്ഥാനത്താണെന്ന് അവർ തിരിച്ചറിയുന്നുമുണ്ട്. പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന കനത്ത സംഘർഷത്തിനിടയിൽ മേഖലയിലെ അമേരിക്കൻ മിസൈൽ പ്രതിരോധ റഡാർ സംവിധാനങ്ങൾക്ക് നേരെ ശക്തമായ ആക്രമണമാണ് ഇറാൻ അഴിച്ചുവിട്ടിരിക്കുന്നത്. ജോർദാനിലും UAE-യിലും സ്ഥാപിച്ചിട്ടുള്ള പ്രതിരോധ ശൃംഖലകളിലെ റഡാർ സംവിധാനങ്ങളെ തകർക്കാനാണ് പ്രധാനമായും ശ്രമം നടന്നിരിക്കുന്നതെന്ന് പുതിയ ഉപഗ്രഹ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ബാലിസ്റ്റിക് മിസൈലുകളെയും ഡ്രോണുകളെയും ആകാശത്തു വെച്ച് തന്നെ കണ്ടെത്തി നശിപ്പിക്കാൻ സഹായിക്കുന്ന താഡ് പ്രതിരോധ സംവിധാനത്തിന്റെ ഭാഗമായ റഡാർ കേന്ദ്രങ്ങളാണ് ഇത്തരത്തിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ളതെന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ശത്രുക്കളുടെ മിസൈലുകളെ നേരത്തെ തിരിച്ചറിയാനുള്ള ശേഷി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ജോർദാനിലെ മുവഫാഖ് സാൽത്തി വ്യോമതാവളത്തിലാണ് ഏറ്റവും വ്യക്തമായ നാശനഷ്ടങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ വിന്യസിച്ചിരിക്കുന്ന അമേരിക്കയുടെ താഡ് മിസൈൽ ബാറ്ററിയുടെ റഡാർ കേന്ദ്രത്തിന് സമീപം 2 വലിയ ഗർത്തങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഏകദേശം 13 അടി വീതിയുള്ള ഈ ഗർത്തങ്ങൾ പ്രതിരോധ സംവിധാനത്തെ തകർക്കാൻ ഒന്നിലധികം തവണ ആക്രമണം നടന്നുവെന്നതിന്റെ സൂചനയാണ് കാണിക്കുന്നത്. മാർച്ച് 1-നും 2-നും ഇടയിലാണ് ഈ ആക്രമണം ഉണ്ടായതെന്ന് കരുതപ്പെടുന്നുണ്ട്. ഫെബ്രുവരി പകുതി മുതൽ ഈ താവളത്തിൽ പ്രതിരോധ സംവിധാനം സജ്ജമാക്കിയിരുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. UAE-യിലെ റുവൈസ്, സാധർ എന്നീ സൈനിക കേന്ദ്രങ്ങളിലും സമാനമായ ആക്രമണ ലക്ഷണങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഫെബ്രുവരി 28-നും മാർച്ച് 1-നും ഇടയിൽ നടന്ന ഈ ആക്രമണങ്ങളിൽ 2 കേന്ദ്രങ്ങളിലായി ഏകദേശം 7ഓളം കെട്ടിടങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട്. മൊബൈൽ റഡാർ സംവിധാനങ്ങൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന വാഹന ഷെഡുകൾക്കാണ് പ്രധാനമായും ആഘാതമേറ്റത്. ആക്രമണ സമയത്ത് റഡാർ ഉപകരണങ്ങൾ ഈ ഷെഡ്യൂളുകൾക്കുള്ളിൽ ഉണ്ടായിരുന്നുവോ എന്ന കാര്യങ്ങളിൽ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നുമില്ല. അതേസമയം ഈ കേന്ദ്രങ്ങളിൽ 2016 മുതൽ തന്നെ താഡ് സംവിധാനങ്ങൾ വിന്യസിച്ചിരുന്നതായി മുൻകാല ചരിത്രങ്ങൾ വ്യക്തമാക്കുന്നുമുണ്ട്. ഖത്തറിലെ ദഹലിലുള്ള അമേരിക്കൻ നിർമ്മിത മുന്നറിയിപ്പ് റഡാർ കേന്ദ്രത്തിനും നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി പറയുന്നുണ്ട്. മാർച്ച് 3-ന് പകർത്തിയ ഉപഗ്രഹ ദൃശ്യങ്ങൾ വിശകലനം ചെയ്ത ഗവേഷകരാണ് ഈ വിവരം പുറത്തുവിട്ടത്. അതേസമയം മേഖലയിലെ തങ്ങളുടെ സൈനിക ശേഷിയുടെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് പ്രതികരിക്കാൻ പെന്റഗൺ തയ്യാറായിട്ടില്ല. ആക്രമണങ്ങളെ തുടർന്ന് UAE-യിൽ യുദ്ധവിമാനങ്ങളുടെ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഫ്രഞ്ച് സൈനിക താവളങ്ങളുടെ സംരക്ഷണത്തിനായി ഫ്രാൻസ് തങ്ങളുടെ റഫാൽ യുദ്ധവിമാനങ്ങളെ UAE-യുടെ ആകാശത്ത് വിന്യസിച്ചിട്ടുമുണ്ട്. മിസൈലുകളെയും ഡ്രോണുകളെയും തടയാൻ ഈ വിമാനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും യുദ്ധത്തിന്റെ ആദ്യ ദിവസങ്ങളെ അപേക്ഷിച്ച് രാജ്യത്തെ ലക്ഷ്യം വെച്ചുള്ള ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളുടെ എണ്ണത്തിൽ കാര്യമായ കുറവുണ്ടായതായി UAE അധികൃതർ അറിയിക്കുന്നുമുണ്ട്. അമേരിക്ക വിവിധ രാജ്യങ്ങളുടെ പല ഭാഗങ്ങളിലായി തയ്യാറാക്കി നിർത്തിയിരിക്കുന്ന ചെറു സൈനിക വിമാനത്താവളങ്ങളാണ് ഇറാൻ അഗ്നിക്ക് ഇരയാക്കിയിരിക്കുന്നത്. നേരത്തെ ശ്രീലങ്കയ്ക്ക് സമീപം ഇറാന്റെ യുദ്ധക്കപ്പൽ അമേരിക്കൻ ആക്രമണത്തിൽ തകർന്നിരുന്നു. 82 ഇറാൻ നാവികരെയാണ് അവർക്ക് നഷ്ടമായത്. അതിന് പകരം വീട്ടുമെന്ന് മണിക്കൂറുകൾക്കുള്ളിൽ ഇറാൻ പ്രസ്താവിക്കുകയും പിന്നീട് അവർ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. കാര്യമായ ആയുധശേഷി നിലവിൽ അമേരിക്കയ്ക്ക് ഇല്ല എന്നതാണ് വാസ്തവം. ചൈന പക്ഷേ ആയുധങ്ങൾ കലവറയില്ലാതെ ഇറാന് നൽകുന്നുമുണ്ട്. ഹോർമുസ് കടലിടുക്ക് ചൈനീസ് കപ്പലുകൾക്ക് മാത്രമായി തുറന്നു നൽകിയാണ് ഇറാൻ നന്ദി പ്രകടമാക്കുന്നത്.